വെൽക്കം ബാക്ക് ടു മൈ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്കിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് റിവിഷൻ നോക്കാം. നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് ഞാൻ കവർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. Question number 1. For what values of x the numbers 4/3 x 3/4 are in GP? 1 mark question കേട്ടോ. A B C are in GP. ഇങ്ങനെയാണെങ്കിൽ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ സി. മിഡിൽ ടേം സ്ക്വയർ. ഇവിടെ എക്സ് സ്ക്വയർ എന്താ? 4/3 ഇൻറ്റു 3/4 ദാറ്റ് ഈസ് 1. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് ഓർ മൈനസ് 1. ക്വസ്റ്റ്യൻ നമ്പർ 2. Find nth term. Nth term of the GP. Root 3, 3, 3 root 3, etc. Here A is equal to root 3. Common ratio 6. ഒന്നിൽ second term divided by first term അല്ലെങ്കിൽ third term divided by second term. 3 root 3/3. ഞാൻ തേർഡ് ടൈം ബൈ സെക്കൻഡ് ടൈം എടുത്താൽ ഡിവൈഡ് ചെയ്യാൻ എളുപ്പമുണ്ട്, അതുകൊണ്ട് അങ്ങനെ ചെയ്തു. എ എന്നിൻ്റെ ഫോർമുല എന്താ? എ ആർ റേസ് ടു n മൈനസ് 1 റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 റേസ് ടു, ഇവിടെ റൂട്ട് 3 ബേസ് ഈക്വൽ ആണല്ലേ. റൂട്ട് 3 എന്ന് പറഞ്ഞാൽ റൂട്ട് 3 റേസ് ടു 1. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്താ? എ റേസ് ടു എം പ്ലസ് എൻ. Number 3. Nth term of GP ആണ് 5 മൈനസ് 5/2 5/4 etc. Nth term of GP 5 minus 5/2 5/4 etc. is 5/1024. ഇവിടെ nth ടേം എന്താ? എ ആർ റേസ് ടു എ എൻ ഇസ് ഈക്വൽ ടു 5/this 5 ഇൻറ്റു ഇവിടെ ആർ എന്ന് പറയുന്നത് എന്താ? മൈനസ് 5/2 ഡിവൈഡഡ് ബൈ 5. മൈനസ് 5/2 ഇൻറ്റു ഡിവൈഡഡ് ബൈ 5 മീൻസ് ഇൻറ്റു 1/5. 5 ക്യാൻസൽ. എ ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 1. നമുക്ക് 5 ക്യാൻസൽ ചെയ്യാം. മൈനസ് 1/2 റേസ് ടു n മൈനസ് 1 1/1024. 1/1024 ഇത് 2 റേസ് ടു 10 ആണ്. ടെൻ ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് -2 ദ ഹോൾ സ്ക്വയർഡ് എന്ന് എഴുതിയാലും 2 സ്ക്വയർഡ് എന്ന് എഴുതിയാലും 4 അല്ലേ. ഇവിടെ -1/2 ഉള്ളതുകൊണ്ട് നമുക്ക് ബേസ് ഈക്വൽ ആക്കാൻ വേണ്ടി നമുക്ക് എന്തെഴുതാം? -1/2 റേസ് ടു 10. അങ്ങനെ ഈവൻ ആയതുകൊണ്ട് ചേഞ്ച് വരത്തില്ല. അപ്പോൾ ബേസ് ഈക്വലായി 10 - 1 ഈസ് ഈക്വൽ ടു 10, n ഈസ് ഈക്വൽ ടു 11. Question number 4. സം ഓഫ് 3 നമ്പേഴ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതെപ്പോഴും ചോദിക്കാറുണ്ട്. സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ടേംസ്, അടുത്തടുത്ത 3 ടേം. സം ഓഫ് 3 ടേംസ്, ഞാൻ ക്വസ്റ്റ്യൻ ഷോർട്ടായിട്ട് എഴുതുകയാണ്. സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എ GP.
39 by 10. And their product. Product is 1. Find the numbers. Find the terms. Find the numbers. നമുക്ക് ഇങ്ങനെ വരുന്ന ഒരു കേസിൽ let numbers be a by r, a, ar. ഇവിടെ a ലെറ്റർ കണ്ട ഫസ്റ്റ് ടേം അല്ല കേട്ടോ, കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ നമുക്കിവിടെ പ്രോഡക്റ്റ് ഇങ്ങനെ തന്നെ നമ്മൾ എടുക്കുന്നത്. പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്കിത് ആറ് ക്യാൻസലായിട്ട് എ ബൈ ആർ ഇൻറ്റു എ ഇൻറ്റു എ ആർ, ആർ ആർ ക്യാൻസൽ. എ ക്യൂബ് ഈസ് ഈക്വൽ ടു 1. സോ എ ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 1, 1. ഇപ്പം നമ്പേഴ്സ് എങ്ങനെ മാറും? 1 ബൈ ആർ 1 ആർ. 1 ബൈ ആർ പ്ലസ് ആർ പ്ലസ് 1 പ്ലസ് ആർ 39 ബൈ 10. 1 റൈറ്റ് കൊണ്ട് 1 by r plus r is equal to 39 minus 10, 29 by 10. Taking LCM, 1 plus r square by r is equal to, ഇത് 3 marks question ആണ് കേട്ടോ. Cross multiplication. നമുക്ക് എന്ത് കിട്ടും? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ചെയ്യാം. ആർ ഈസ് ഈക്വൽ ടു ഫോർമുല ഞാനൊന്ന് എഴുതിയേക്കാം. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇവിടെ ബി മൈനസ് 29 ആണ്, നമ്മളിവിടെ എഴുതുമ്പോൾ പോസിറ്റീവ് ആവും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. 29 സ്ക്വയർ 4 ഇൻറ്റു 10 ഇൻറ്റു 10, ദാറ്റ് ഈസ് 400 ഹോൾ ഡിവൈഡഡ് ബൈ 2 into 10, 2a 20. (29 plus 441 by 20. 441 in the root 21. 29 minus 21 by 20. 50 by 20, 8 by 20. 0, 0 cancel, 4 cancel. R is equal to 5 by 2, 2 by 5. R 5 by 2 ആകുമ്പോൾ നമ്പേഴ്സ് എങ്ങനെ വരും? നമ്പേഴ്സ് ആർ അല്ലെങ്കിൽ ടേംസ് ആർ 1 by r. 1 by 5 by 2 എന്ന് പറഞ്ഞാൽ 2 by 5, 1 5 by 2. ഓർ ഇനി ആർ 2 by 5 ആണെങ്കിൽ നമ്പേഴ്സ് തിരിഞ്ഞു വരും. 1 by 2 by 5. ഇനി ഒരു 5 by 2, 1 2 by 5. Question number 5. Find nth term. Find the fifth term. ഒരു സീക്വൻസ്, അത് ജിയോമെട്രിക് സീക്വൻസ് ഒന്നും അല്ല, അരിത്തമെറ്റിക് അല്ല. ഫൈൻഡ് ഫിഫ്ത്ത് ടേം. an ഈസ് ഈക്വൽ ടു, ഇത് 1 മാർക്ക് ക്വസ്റ്റ്യനാണ് കേട്ടോ. എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 5. റീപ്ലേസ് n by 5. 25 a5 ഈസ് ഈക്വൽ ടു 25 minus 5 by 4. 5. Question number 6. ഇങ്ങനെ ഒരു എപ്പോഴും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കേണ്ട 77, 777 പ്ലസ് എക്സെട്ര. ഇവിടെ 7ൻ്റെ സ്ഥാനത്തല്ല 6 വരാം, 5 വരാം, 3 വരാം, ഇങ്ങനെ ടു n ടേംസ്.
ഫൈൻഡ് ദ സം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 7 അങ്ങ് ഔട്ട് സൈഡ് എടുക്കുക. 1, 11 പ്ലസ് എക്സെട്ര ടു n ടേംസ്. ഫസ്റ്റ് ഡിവൈഡിങ് ബൈ 9 ആൻഡ് മൾട്ടിപ്ലൈങ് ബൈ. ഇവിടെ 9 എഴുതുക. 9, 99, 10 minus 1, 10 square minus 1 plus etc. to n terms. 7 by 9 into 10, 10 square, 10 cube, etc. n. This is a GP with the first term 10, common ratio 10 to n terms. Minus 1, minus 1, minus 1 അങ്ങനെ n terms ആഡ് ചെയ്യുമ്പോൾ എന്താവും? മൈനസ് n. ഇവിടെ r ഗ്രേറ്റർ ദാൻ 1 ആണ് അല്ലേ? a ഇൻറ്റു r റേസ് ടു n മൈനസ് 1 ബൈ r മൈനസ് 1. a 10, r 10. 10 മൈനസ് 1, 9. ഇത്രയേ ഉള്ളൂ. Question number 7. ട്രിഗണോമെട്രിയിലെ കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് tan 3x tan 2x tan x tan 3x minus tan 2x minus tan x 3x നോക്കുക. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? tan 2x പ്ലസ് എക്സ്. ഇത് ഏത് ഫോമായി? tan a പ്ലസ് ബി ഫോം. tan a പ്ലസ് tan b ബൈ 1 മൈനസ് tan a tan b. tan 2x പ്ലസ് tan x ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് tan 2x ഇൻറ്റു tan x. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ we get tan 3x into 1 minus this into this. Tan 3x, tan 2x, tan x. That is equal to this plus this. അതിനുള്ള 3x tan 3x എന്ന് എഴുതി 3xനെ സ്പ്ലിറ്റ് ചെയ്തു. tan a പ്ലസ് ബിയുടെ ഫോർമുല അപ്ലൈ ചെയ്തു. പിന്നെ ക്രോസ് മൾട്ടി. ഇത് ഇത്ര ഒറ്റ ടേം ആണല്ലോ. നമുക്ക് റൈറ്റ് സൈഡിൽ കൊണ്ടുവരാം. ഇത് രണ്ട് ലെഫ്റ്റിൽ കൊണ്ടുവരാം. അപ്പോൾ ആൻസർ ആവും tan 3x minus tan 2x minus tan x. That is equal to tan 3x tan 2x into tan x. വൺ മാർക്ക് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ടല്ലോ. റേഡിയനിൽ നിന്ന് ഒക്കെ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യുക, ഡിഗ്രിയിൽ നിന്ന് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുക. നമുക്കതുകൂടെ നോക്കാം. 3 pi by 4 radian is equal to dash degree. റേഡിയനിൽ നിന്ന് ഡിഗ്രിയിലോട്ടാണ് പോകേണ്ടതെങ്കിൽ നമ്മൾ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 180 by പൈ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 pi by 4 into 180 by പൈ. പൈ ക്യാൻസൽ. റേഡിയനിൽ നിന്ന് ഡിഗ്രിയിലോട്ടാണ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 180 by പൈ ഡിനോമിനേറ്റർ. 75 ഡിഗ്രി ഡാഷ് റേഡിയൻ. പൈ ബൈ 180. 5 വെച്ച് ഡിവൈഡ് ചെയ്യാമല്ലോ. 36, 50. 3 വെച്ച് കട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 5 പൈ ബൈ 12 റേഡിയൻ. നമ്മൾ ഡിഗ്രിയിൽ നിന്ന് റേഡിയനിലോട്ട് പോകുമ്പോൾ ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? പൈ ബൈ 180.
Prove that cos 4x plus cos 3x plus cos 2x whole divided by sin 4x sin 3x plus sin 2x cot 3x. നമുക്ക് കിട്ടേണ്ട ആൻസർ എന്താ? 3x അല്ലേ? അപ്പോൾ നമ്മൾ ഈ രണ്ട് ടേം ഒരു ചേഞ്ചും വരുത്തണ്ട. നമ്മളിതിൽ ഫസ്റ്റ് ഇത് രണ്ട് ഗ്രൂപ്പ് ചെയ്യാം. cos 4x പ്ലസ് cos 2x ബ്രാക്കറ്റിൽ പ്ലസ് cos 3x. നമ്മൾ അത് LHS ഇങ്ങനെ എഴുതിയതിന് ശേഷം ഇത് രണ്ടും ഗ്രൂപ്പ് ചെയ്യുക. cos 3x മാറ്റി എഴുതുക. അതേപോലെ തന്നെ ഡിനോമിനേറ്റർ. ഇത് ഏത് ഫോമായി? cos x പ്ലസ് cos y 2 cos x പ്ലസ് y ബൈ 2 4 പ്ലസ് 2 6 6ൻ്റെ ഹാഫ് 3 ഇൻറ്റു cos x മൈനസ് y ഡിവൈഡഡ് ബൈ 2 4 മൈനസ് 2 2 2ൻ്റെ ഹാഫ് 1 sin x പ്ലസ് sin y 2 sin x പ്ലസ് y ബൈ 2 6ൻ്റെ ഹാഫ് 3 പിന്നെ ഇവിടെ cos ആണ് 4 മൈനസ് 2 2 2ൻ്റെ ഹാഫ് 1. നമുക്ക് ന്യൂമറേറ്ററിൽ ഏത് കോമൺ എടുക്കാം? cos 3x 2 cos x പ്ലസ് 1 ഡിനോമിനേറ്ററിൽ sin 3x 2 cos x പ്ലസ് 1 ക്യാൻസൽ. cos ബൈ sin എന്താ? cot. ഇനീക്വാളിറ്റിയിൽ നമുക്ക് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് 3 ഇൻറ്റു ഇത് 1 മാർക്ക് ക്വസ്റ്റ്യനാണ് കേട്ടോ. 2 ഇൻറ്റു എക്സ് മൈനസ് 3 ബ്രാക്കറ്റ് ഓപ്പൺ 3x മൈനസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x മൈനസ് 6 പോസിറ്റീവ് 2x ലെഫ്റ്റ് വരും മൈനസ് 2x x ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 3 നേരിങ്ങനെ എഴുതാം. അല്ലെങ്കിൽ എക്സ് എലമെൻറ്റ് ഏത് വരും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 3 എഴുതുമ്പോൾ മൈനസ് 3 ഇവിടെ എഴുതുക. ഈക്വൽ ടു ഉള്ളതുകൊണ്ട് ക്ലോസ്ഡ് ഇൻ്റർവെൽ എഴുതുക. മൈനസ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി അവിടെ എപ്പോഴും ഓപ്പൺ. ക്വസ്റ്റ്യൻ നമ്പർ സോൾവ്. അത് നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യാൻ 3 ഇൻറ്റു 1 മൈനസ് എക്സ് ലെസ് ദാൻ 2 ഇൻറ്റു എക്സ് പ്ലസ് 4 3 മൈനസ് 3x എയ്റ്റ് മൈനസ് 3 5 മൈനസ് 5x ലെസ് ദാൻ 5. ഇവിടെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇവിടെ നെഗറ്റീവ് 5xനെ നമ്മൾ നെഗറ്റീവ് 5 വെച്ച് ഡിവൈഡ് ചെയ്താൽ അത് എക്സ് വരും അല്ലേ? മൈനസ് 5 ഇനീക്വാളിറ്റി തിരിഞ്ഞു വരും. ഇവിടെ നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എക്സ് 0 ഗ്രേറ്റർ ദാൻ -1 ആണ്. ഈക്വൽ ടു ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കാണിക്കണം. പക്ഷെ അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. എന്നിട്ട് ഇവിടെ നിന്നിട്ട് ഷെയ്ഡ് ചെയ്യണം. ഡാർക്കാക്കിയാൽ മതി നമ്പർ ലൈൻ. ഈ ആരോയും ഷെയ്ഡ് ചെയ്യണം. പിന്നെ ഡാർക്ക് ആക്കണം. ഷെയ്ഡല്ല ഡാർക്ക്. അപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിവിടെ എങ്ങനെ മാർക്ക് ചെയ്യാം? ഇതെങ്ങനെ നിങ്ങൾ മാർക്ക് ചെയ്യണം. ഓക്കെ. ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ മാത്രം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഡാർക്കായിട്ട് ഷെയ്ഡ്.
കോംപ്ലക്സ് നമ്പറിലെ നോക്കാം. Find the multiplicative inverse of 3 minus 4i. Z is equal to 3 minus 4i. Z bar conjugate. കോഞ്ചുഗേറ്റ് എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ ഐയുടെ കോഎഫിഷ്യൻറ്റ് ഇവിടെ മൈനസ് അത് മാത്രം മാറ്റുക. -4 ആണെങ്കിൽ +4. മോഡ് ഇസഡ് √of 3 square plus 16 25 that is 5. Z raised to minus അതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് Z. അതിൻ്റെ ഫോർമുല Z bar by mod Z square that is 3 plus 4i mod Z square 25. So answer is 3 by 25 plus 4 by 25i. -3 -4i ആയിരുന്നെങ്കിൽ കോഞ്ചുഗേറ്റ് എന്ത് വരും? -3 + 4i. റിയൽ പാർട്ടിന് മാറ്റമില്ല. നമ്പർ 48. Express in the form a plus ib. One plus I by 1 minus I. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്ക് ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 minus I into 1 minus I. A plus B പ്ലസ് ഇവിടെ 1 minus I ആണ് കോഞ്ചുഗേറ്റ് 1 plus I. 1 plus I into 1 plus I 1 plus I the whole square. A minus B into A plus B A square minus B square. I സ്ക്വയറിൻ്റെ വാല്യൂ എപ്പോഴും എന്താ? -1. A plus B the whole square A square plus 2AB plus B square. 1 minus -1 1 plus 1. 1 plus 2i plus -1 by 2. -1 plus 1. A plus IB ഫോമിൽ ഇവിടെ റിയൽ പാർട്ട് ഇല്ലാത്തത് നോക്കുകയാണെങ്കിൽ 0 plus I. അങ്ങനെ ക്വസ്റ്റ്യൻ നമ്പർ 50. Find the value of I raised to -35. I raised to -35. I raised to 2 -1 ആണ് അല്ലേ? I raised to 4 +1. 4ൻ്റെ എല്ലാ മൾട്ടിപ്പിളും 1 ആണ്. 8 32 40 ഇങ്ങനെ ഏത് നമ്പർ എടുത്താലും 1 ആണ്. നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാം. I raised to 4. I raised to -36 into I raised to +1. A raised to m into A raised to n എന്താ? A raised to m plus n. -36 plus 1 -35. I raised to -36 എങ്ങനെ എഴുതാം? I raised to 4 the whole raised to 1 raised to n നമ്പർ 1 into I. പെർമ്യൂട്ടേഷനിലെ ഒരു ക്വസ്റ്റ്യൻ. 1/6 factorial 1/7 factorial is equal to x/8 factorial. Find x. 1/6 factorial 1/7 factorial is equal to x/8 factorial. നമുക്ക് 3 factorial നമുക്കറിയാം. 3 into 2 into 1. നമ്മൾ 3 അതേപോലെ എഴുതുകയാണെങ്കിൽ 3 - 1 ബാക്കി നോക്കി ഇതിനെ എങ്ങനെ എഴുതാം? 2 factorial. അല്ലെങ്കിൽ 7 factorialനെ എങ്ങനെ എഴുതാം? 7 into 6 into 5 factorial. അതേപോലെ നമുക്ക് ഇവിടെ സ്മോളസ്റ്റ് 1/6 factorial അതേപോലെ എഴുതാം. 7 factorialനെ എങ്ങനെ എഴുതാം? 7 into 6 factorial. 8 factorial 8 into 7 into 6 factorial. Dividing each term by 1/6 factorial. 1 plus 1/7 is equal to 8 into 7.
56. Eight by 7 is equal to, cross multiplication x is equal to 8 into 56 by 7, 60. ഞാൻ ബാക്കി അടുത്ത വീഡിയോ കിട്ടണമെന്നുണ്ട്, കുറച്ച് തിരക്കുണ്ട്, നല്ല നോക്കട്ടെ ഇടാം. നിങ്ങളെല്ലാവരും നന്നായി ചെയ്ത് പഠിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസേ ഇട്ടിട്ടുള്ളൂ, കുറച്ച് ചാപ്റ്റേഴ്സേ കവർ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ബാക്കി പഠിക്കുക. ഞാൻ പിന്നെ നിങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് റിവിഷൻ അത്രയേ ഉള്ളൂ. ശരി, ഓക്കെ, താങ്ക് യു.